ഹായ് ഹലോ ഇറ്റ്സ് മീ അമ്മു ഫ്രം ദ ചാനൽ ഡെയിലി ഡിലൈറ്റ്സ് ബൈ അമ്മു. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്താണ് കേട്ടോ. ഞാൻ ഈ ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ശർക്കര ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഉരുക്കിയെടുക്കാം. ശർക്കരയിലെ വേസ്റ്റൊക്കെ അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഉരുക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം മാവ് അരച്ചെടുക്കാം. പച്ചരിയിലേക്ക് 2 ടീസ്പൂൺ മൈദ, 4 പഴം, ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞങ്ങളിത് 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. 2 തവണയും ഈ 2 പഴം ഇട്ടിട്ട് അരച്ചെടുത്തു. ഇതതുപോലെ നന്നായി അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. സോഡാപ്പൊടിയുടെ അളവ് കൂടണ്ട കേട്ടോ, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ കൊത്തിയരിഞ്ഞ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചുവപ്പ് നിറാവുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ കരിയരുത് കേട്ടോ. തേങ്ങ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. നല്ല ചുവപ്പ് നിറാക്കി വറുത്തെടുക്കുക. നന്നായി തേങ്ങ മൂത്ത് വരുമ്പോൾ ഒരു അടിപൊളി മണം വരും കേട്ടോ. നല്ല സൂപ്പറാണ് ആ മണം. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചുവപ്പ് നിറം വന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളത് ഓഫാക്കുക. ഓഫാക്കി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ആ ചൂടിലിരുന്നിട്ട് തേങ്ങ കരിഞ്ഞു പോകും. നന്നായി ചൂടാറിയതിന് ശേഷം തേങ്ങ നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പക്കല്ലിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രുചിയുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇനി അതിൽ വേണമെങ്കിൽ ഈ എള്ളൊക്കെ ഇല്ലേ, അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഉണ്ണിയപ്പം കാണാൻ തന്നെ കണ്ടോ എന്ത് ഭംഗിയാണ്. നമ്മുടെ രുചിയുള്ള അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.